ഫാക്ടിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഒരിടത്ത് പോലും വിജയിക്കാതെ പരാജയം മാത്രം കണ്ട ഒരു വ്യക്തി തന്റെ 65-ാം വയസ്സിൽ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നു. അവസാന പ്രതീക്ഷയെന്നോണം തന്റെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന കുറഞ്ഞ ഡോളറുകൾ കൊണ്ട് ഒരു ഫ്രൈഡ് ചിക്കൻ സ്റ്റാൾ തുടങ്ങുന്നു. പിന്നീട് ലോകം കണ്ട ബ്രാൻഡുകളിൽ ഒന്നായി മാറിയ KFCയുടെ വളർച്ചയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ കഥ തുടങ്ങുന്നത് 1890കളിലാണ്. കൃത്യമായി പറഞ്ഞാൽ 1890ൽ അമേരിക്കയിലെ ഇൻഡ്യാനയിൽ ജനിച്ച ഒരു പാവം മനുഷ്യനായിരുന്നു ഹാർലൻ ഡേവിഡ് സാൻഡേഴ്സ്. കേണൽ എന്ന് കേട്ട് ആരും അദ്ദേഹം ഒരു പട്ടാളക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. അതൊരു ഓണററി ടൈറ്റിലാണ്. അതായത് കെൻറ്റക്കി ഗവർണർ അദ്ദേഹത്തിന് നൽകിയൊരു ബഹുമതി. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ, അതായത് വെറും 6 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചുപോയി. അതോടെ ആ കുടുംബത്തിന്റെ ഭാരം സാൻഡേഴ്സിന്റെ അമ്മയുടെ ചുമലിലായി. അമ്മ ജോലിക്ക് പോകുമ്പോൾ സാൻഡേഴ്സിനായിരുന്നു അനിയനെയും അനിയത്തിയെയും നോക്കേണ്ടിയിരുന്നത്. ഇവിടെയാണ് കഥയിലൊരു പ്രധാന വഴിത്തിരിവ്. അമ്മ പുറത്ത് ജോലിക്ക് പോകുന്ന സമയം അവർക്കുള്ള ഭക്ഷണമുണ്ടാക്കിയിരുന്നത് സാൻഡേഴ്സ് തന്നെയായിരുന്നു. ആ 6-ാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ പാചകത്തിന്റെ തുടക്കം. കേൾക്കുമ്പോൾ ചെറിയ കാര്യമായി തോന്നാമെങ്കിലും ആ ചെറിയ പ്രായത്തിൽ അദ്ദേഹം പഠിച്ച പാചക പാഠങ്ങളാണ് പിന്നീട് KFCയുടെ രൂപത്തിൽ ഒരു ചരിത്രം കുറിച്ചത്. വളർന്നു വലുതായപ്പോൾ ജീവിതം അതിജീവനത്തിനുള്ള ഒരു പോരാട്ടമായിരുന്നു. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ജോലികൾ അദ്ദേഹം ചെയ്തു. ഒരു റെയിൽവേ ഫയർമാനായി, പിന്നെ ഒരു കൃഷിക്കാരനായി, ഒരു സ്റ്റീം ബോട്ട് പൈലറ്റായി, ടയർ സെയിൽസ്മാനായി, ഗ്യാസ് സ്റ്റേഷൻ ഓപ്പറേറ്ററായി. ഒരു മനുഷ്യൻ ഇത്രയും ജോലികൾ ചെയ്യുമോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ? എന്നാൽ പട്ടിക ഇവിടെ തീരുന്നില്ല. ഒരു ലോക്കൽ ജസ്റ്റിസ്, ഒരു ഇൻഷുറൻസ് ഏജന്റ്, റെയിൽവേയിൽ ക്ലീനർ, എണ്ണി പറഞ്ഞാൽ തീരാത്തത്ര ജോലികൾ. ഒരു ജോലിയും സ്ഥിരമായി അദ്ദേഹത്തിന് ചെയ്യാനായില്ല. ഓരോന്നിലും പരാജയങ്ങൾ, നിരാശകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ. ഒരുപാട് തവണ തോറ്റ ഒരാളാണ് കേണൽ സാൻഡേഴ്സ്. ഒരുപാട് വാതിലുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. പക്ഷേ തോറ്റുകൊടുക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും നന്നായി അറിയുന്ന കാര്യം നല്ല രുചിയുള്ള ഭക്ഷണമുണ്ടാക്കി ആളുകൾക്ക് വിളമ്പുക. അദ്ദേഹത്തിന്റെ എല്ലാ തോൽവികളും അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി, തന്റെ സ്വപ്നത്തിലേക്കെത്താൻ പ്രചോദനമായി. ജീവിതം മുഴുവൻ പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും അദ്ദേഹത്തിന്റെ 65-ാം വയസ്സിലാണ് ആ മാജിക് സംഭവിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, 65 വയസ്സിൽ നമ്മളൊക്കെ എവിടെയായിരിക്കും? മിക്കവരും പെൻഷൻ പറ്റി വീട്ടിലിരുന്ന് വിശ്രമിക്കാനായിരിക്കും ആഗ്രഹിക്കുക. പക്ഷേ സാൻഡേഴ്സ് അങ്ങനെ ആയിരുന്നില്ല. ആ പ്രായത്തിലും അദ്ദേഹം തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയി. കെൻറ്റക്കിയിലെ ഒരു ചെറിയ റോഡിന്റെ സൈഡിൽ, അതൊരു ഹോട്ടൽ പോലും ആയിരുന്നില്ല, തന്റെ ഗ്യാസ് സ്റ്റേഷനോട് ചേർന്നൊരു മുറിയിൽ അദ്ദേഹം സ്വന്തമായി ചിക്കൻ വിഭവങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അതും വെറും ചിക്കൻ ആയിരുന്നില്ല, അദ്ദേഹത്തിന്റെ സ്വന്തം രഹസ്യക്കൂട്ടായിരുന്ന 11 ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഈ രഹസ്യം ഇന്നും KFCയുടെ ഏറ്റവും വലിയ ട്രേഡ് മാർക്കാണ്. അന്ന് പ്രഷർ കുക്കർ അത്ര പ്രചാരത്തിലില്ലാത്ത കാലമാണ്. പക്ഷേ ഈ പ്രഷർ കുക്കറിൽ വെറും 8 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ദൂരസ്ഥലങ്ങളിൽ നിന്നും പോലും ആളുകൾ അദ്ദേഹത്തിന്റെ ചിക്കൻ കഴിക്കാനെത്തി. അവിടെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന പേരിൽ ഈ വിഭവം പ്രശസ്തമായി. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിന് അരികിലൂടെ ഒരു ഹൈവേ പോയിരുന്നു. അതിലൂടെ പോകുന്നവരായിരുന്നു അദ്ദേഹത്തിന്റെ ചിക്കന്റെ പ്രധാന ഉപഭോക്താക്കൾ. എന്നാൽ പുതിയൊരു ഹൈവേ വന്നതോടെ പഴയ റോഡിലൂടെയുള്ള യാത്രക്കാർ കുറഞ്ഞു. അതോടെ കച്ചവടം കുറഞ്ഞു. അദ്ദേഹത്തിന് ആ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടേണ്ടി വരെ വന്നു. ആലോചിച്ചു നോക്കൂ, 65 വയസ്സിൽ വീണ്ടും 0-ൽ നിന്ന് തുടങ്ങേണ്ട അവസ്ഥ. കയ്യിൽ ആകെയുള്ളത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനായി കിട്ടുന്ന വെറും $105 മാത്രം. അതൊരു ചെറിയ തുകയായിരുന്നു. ഒരു വീട് വാടകയ്ക്കെടുക്കാൻ പോലും തികയാത്ത തുക. 65-ാം വയസ്സിൽ കയ്യിൽ വലിയ പൈസയൊന്നുമില്ലാതെ തന്റെ ഈ രഹസ്യ റെസിപ്പി എങ്ങനെ ലോകത്തെ അറിയിക്കുമെന്ന് ആലോചിച്ച് അദ്ദേഹം തലപുകഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഫ്രാഞ്ചൈസ് സിസ്റ്റം അത്ര പ്രചാരത്തിലില്ലായിരുന്നു. പക്ഷെ സാൻഡേഴ്സ് ഒരു ധൈര്യമായ തീരുമാനമെടുത്തു. അദ്ദേഹം തന്റെ ഈ രഹസ്യക്കൂട്ട് മറ്റുള്ള റെസ്റ്റോറന്റുകൾക്ക് ഫ്രാഞ്ചൈസായി നൽകാൻ തീരുമാനിച്ചു. അതെ, തന്റെ ചിക്കൻ റെസിപ്പി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. ഓരോ ചിക്കൻ വിൽക്കുമ്പോഴും ഒരു ചെറിയ കമ്മീഷൻ, അതായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്ന ബിസിനസ് മോഡൽ. നിങ്ങൾ വിശ്വസിക്കുമോ? വാർദ്ധക്യത്തിലും ഈ മനുഷ്യൻ തന്റെ പഴയ ഫോർഡ് കാറിൽ അമേരിക്ക മുഴുവൻ യാത്ര ചെയ്തു. ഒരു റെസ്റ്റോറന്റിൽ നിന്ന് അടുത്തതിലേക്ക് തന്റെ വെള്ള സ്യൂട്ടും ടൈയും ധരിച്ച് അവിടെ ചെന്ന് സ്വന്തമായി ചിക്കൻ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും. ഒരുപാട് റെസ്റ്റോറന്റുകൾ അദ്ദേഹം കയറിയിറങ്ങി.
ഏകദേശം 1009 റെസ്റ്റോറൻറ്റുകൾ, അതിൽ ഭൂരിഭാഗം റെസ്റ്റോറൻറ്റുകളിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. ആലോചിച്ചു നോക്കൂ ആ നിശ്ചയദാർഢ്യം. ഭൂരിഭാഗം സ്ഥലങ്ങളിലും അദ്ദേഹത്തെ കളിയാക്കി വിട്ടു. വാർദ്ധക്യത്തിൽ ചിക്കൻ വിൽക്കാൻ നടക്കുന്ന ഒരു കിളവൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പക്ഷേ തോൽക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, കഠിനാധ്വാനം, പിന്നെ ആ ചിക്കൻ്റെ അസാധാരണമായ രുചി, ഇതെല്ലാം ചേർന്ന് ഒരു ചരിത്രം കുറിച്ചു. അവസാനം അദ്ദേഹത്തിന് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ ഫ്രാഞ്ചൈസി ലഭിക്കുന്നു. അവിടെ നിന്നാണ് KFCയുടെ വിജയയാത്ര ആരംഭിക്കുന്നത്. 1960കളായപ്പോഴേക്കും KFC അമേരിക്കയിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായി മാറി. സാൻഡേഴ്സ് വെറും പേരല്ലായി, KFC എന്ന ബ്രാൻഡിൻ്റെ മുഖമായി അദ്ദേഹം മാറി. ആ വെള്ള സ്യൂട്ട്, കറുത്ത ടൈ, താടി, ഇതെല്ലാം KFCയുടെ ചിഹ്നങ്ങളായി ഇന്നും നമ്മൾ കാണുന്നു. ഒരു ഐക്കൺ, ഒരു ലോക പ്രതിഭാസം. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. 1964-ൽ 74 വയസ്സിൽ കേണൽ സാൻഡേഴ്സ് തൻ്റെ കമ്പനി വലിയൊരു കോർപ്പറേഷന് വിട്ടു. ആ സമയത്ത് തന്നെ KFC വലിയൊരു ബ്രാൻഡായിരുന്നു. പക്ഷേ അദ്ദേഹം KFCയുടെ ബ്രാൻഡ് അംബാസിഡറായി തന്നെ തൻ്റെ മരണം വരെ തുടർന്നു. KFCയുടെ പരസ്യങ്ങളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു. 1980-ൽ 90 വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ന് നിങ്ങൾക്കറിയാമോ, 150-ലധികം രാജ്യങ്ങളിലായി 25,000-ലധികം KFC റെസ്റ്റോറൻറ്റുകൾ നിലവിലുണ്ട്. ലോകത്തെവിടെ പോയാലും KFC ചിക്കൻ കിട്ടും. അതൊരു സാധാരണക്കാരൻ്റെ അസാധാരണമായ വിജയകഥയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കൊരുപാട് പാഠങ്ങൾ നൽകുന്നു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രായം ഒരു തടസ്സമല്ല. നിങ്ങൾ എത്ര തവണ വീഴുന്നു എന്നതിലല്ല കാര്യം, എത്ര തവണ എഴുന്നേൽക്കാൻ തയ്യാറാകുന്നു എന്നതിലാണ്. പലതവണ നിരസിക്കപ്പെട്ടിട്ടും അവസാനം വിജയം നേടിയ ആ മനുഷ്യൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് വിജയമെന്നത് വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും മുന്നോട്ട് പോകുന്നവനുള്ളതാണെന്നാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ KFC ചിക്കൻ കഴിക്കുമ്പോൾ ആ ഫ്രൈഡ് ചിക്കൻ്റെ രുളിയോടൊപ്പം ഈ കഥ കൂടി ഓർക്കണം. ജീവിതത്തിൽ തോറ്റുകൊടുക്കാതെ തൻ്റെ 65-ാം വയസ്സിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത കേണൽ സാൻഡേഴ്സിൻ്റെ കഥ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള കിടിലൻ കഥകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.